യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്ത മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തെ ആസ്പദമാക്കി ചിന്തിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കർത്താവ് യേശുക്രിസ്തു ഈ ഒരു ഉപമ പറയുന്നത് യഹൂദ വിവാഹത്തെ ആസ്പദമാക്കിയാണ്, അല്ലെങ്കിൽ അതിനെ പശ്ചാത്തലമാക്കിയാണ്. അതിൽ തന്നെ നമ്മൾ ഇന്നലെ ചിന്തിച്ചു, ഒരു യഹൂദ വിവാഹത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് ആണ്. അതിൽ വധൂവരന്മാരുടെ മാതാപിതാക്കൾ ഒന്നിച്ചു കൂടി വന്ന് അവർ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നതായ സന്ദർഭം. രണ്ടാമത്തത് അവർ വിവാഹം നിശ്ചയം ചെയ്യും, അഥവാ ബെട്രോത്തൽ. ഈ ബെട്രോത്തലിലാണ് അവർ തമ്മിലുള്ള പരസ്പര വാഗ്ദാനങ്ങൾ ചെയ്യുകയും പരസ്പരമുള്ള സമ്മതങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഈ വരനും വധുവും, അല്ലെങ്കിൽ മണവാളനും മണവാട്ടിയും തങ്ങളുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കും എന്നുള്ളതാണ്. ഏതാണ്ട് 1 വർഷത്തോളം സമയം ആ കാത്തിരിപ്പിന് സാധാരണയായി ഉണ്ടാകാറുണ്ട്. പക്ഷേ വിവാഹത്തിന് വേണ്ടി വരൻ എന്ന് വരുമെന്ന് ആർക്കും അറിയില്ല, മണവാളനും മണവാളന്റെ വീട്ടുകാർക്കും ഒഴികെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയം മുതൽ, അഥവാ ബെട്രോത്തലിന്റെ സമയം മുതൽ മണവാട്ടി മണവാളന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നു. ഇതുപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നു, നമ്മുടെ ജീവിതത്തിലും 2 ഘട്ടങ്ങളുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മൾ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കുന്ന ആ എൻഗേജ്മെന്റിന് സമാനമായ ഒരവസ്ഥ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ അവസ്ഥയും ഉണ്ടാകണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. അത് ഒരു ബെട്രോത്തലിന് സമാനമാണ്. അഥവാ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൽപ്പനകളെ അനുസരിക്കുക, ഒഫീഷ്യലി ഒരു രേഖയിലേക്ക് പുറപ്പെടുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ കൽപ്പന അനുസരിക്കണം. അഥവാ സ്നാനത്തിലൂടെ നമ്മൾ അവനുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കണം. ഈ ഒരു ഘട്ടത്തിലാണ് വരനും വധുവും മോതിരം കൈമാറുന്നത്. അതേപോലെ തന്നെ നാമും ക്രിസ്തുവും തമ്മിലുള്ള ഉടമ്പടിയാണ് സ്നാനം എന്ന് പറയുന്നത്. അതിലൂടെ കടന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ആത്മീയ ദൈവരാജ്യത്തിൽ നമ്മൾ ഈ 2 ഘട്ടങ്ങളിലൂടെ കടന്നുപോയി മണവാളനായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം എന്നുള്ളതാണ് ദൈവസഭയോട് യേശുക്രിസ്തു വളരെ അസന്നിഗ്ധമായി ഇവിടെ പ്രസ്താവിക്കുന്നത്. നമുക്ക് ഈ ഒരു കാര്യത്തെ അവഗണിക്കാൻ കഴിയത്തില്ല. പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവഗണിക്കാറുണ്ട്. ഞാൻ പലരോടും സംസാരിക്കാറുണ്ട്, പ്രത്യേകിച്ച് ചില ആത്മീയ നേതാക്കളോട് ഞാൻ വീണ്ടും ജനനത്തെ കുറിച്ചോട് സംസാരിക്കാറുണ്ട്. പക്ഷെ അവർ പറയുന്നത്, യെസ്, ഞങ്ങൾ അങ്ങനൊന്നും കാര്യങ്ങളും ചെയ്യുന്നില്ല, വീണ്ടും ജനനമൊന്നുമില്ല. ഒരാള് ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചാൽ, ഒരു ക്രിസ്തീയ ഭാവത്തിൽ ജനിച്ചാൽ വീണ്ടും ജനനത്തിന്റെ ആവശ്യമൊന്നുമില്ല, കാരണം അവൻ അതിലേക്ക് തന്നെ ജനിച്ചിരിക്കുക. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല വിശുദ്ധ വേദോസം പറയുന്നത്. വീണ്ടും ജനനം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനവും അവരുടെ വ്യക്തിപരമായ അനുഭവമായിരിക്കണം. അതേപോലെ തന്നെയാണ് അവർ കർത്താവ് യേശുക്രിസ്തുവിനോട് ചേരുന്നതായ സ്നാനത്തിലൂടെയും ചെയ്യുന്നത്. ആ സ്നാനത്തിലൂടെ അവർ വ്യക്തിപരമായ തീരുമാനം അവർ എടുക്കുന്നു. അവർ യേശുക്രിസ്തുവിന്റെ മരണം അടക്കം പുനരുത്ഥാനത്തോട് ഏകീഭവിച്ച് ഒരു പുതിയ സൃഷ്ടിയാകുവാൻ. അപ്പോൾ ഇതെല്ലാം വ്യക്തിപരമാണ്. അതുപോലെ ആത്മീയ ജീവിതം വ്യക്തിപരമാണ്. അതേപോലെ തന്നെ കർത്താവിന്റെ വരവില് നമ്മൾ എടുക്കപ്പെടുന്നതും കൂട്ടമായിട്ടല്ല, മറിച്ച് വ്യക്തിപരമായിട്ടാണ് എടുക്കപ്പെടുന്നുള്ള വസ്തുതയും നമ്മൾ മറന്നു പോകരുത്. സോ ഇതെല്ലാം തന്നെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ തന്നെ വേണം നമ്മൾ കടന്നു പോകുവാൻ. ചിലർ ചിന്തിക്കുന്നത് ഞങ്ങൾ ഒരു ചർച്ചായിട്ട് കടന്നു പോകും. അങ്ങനെയല്ല. ഒരു സമൂഹമായിട്ടോ ഒരു കുടുംബമായിട്ടോ അല്ല പോകുന്നത്. യേശുക്രിസ്തു തന്റെ വരവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, അന്ന് 2 പേർ തിരികളിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൻ എടുക്കപ്പെടും, മറ്റൊരാൾ തള്ളപ്പെടും. ഒരേ കാര്യത്തിന് വേണ്ടി ഒരേ മനസ്സോടുകൂടെ 2 പേർ ഒന്നിച്ചായിരുന്നാലും അവർക്ക് ദൈവത്തോട് വ്യക്തമായ ബന്ധമില്ലെങ്കിൽ, ആത്മീയമായ ബന്ധമില്ലെങ്കിൽ, തന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്നില്ലെങ്കിൽ, നമ്മൾ ഇന്നിവിടെ കേട്ടതുപോലെ ആ 2 ഘട്ടങ്ങളിലൂടെ അവർ കടന്നുപോയില്ലെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ചെല്ലാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ അവർക്ക് തന്റെ 2ാമത്തെ വരവിൽ എടുക്കപ്പെടാൻ കഴിയില്ല എന്നുള്ള വളരെ വ്യക്തമായ സൂചന ഇവിടെ യേശു നമുക്ക് നൽകുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർ. എന്താണ് ഈ 10 കന്യകമാർ എന്ന് പറയുന്നത്? ചില വ്യാഖ്യാനങ്ങൾ ഇത് സംബന്ധിച്ചുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, സഭയെ ഒരുക്കുന്നതായ ശുശ്രൂഷകരാണ് ഈ 10 കന്യകമാർ എന്നുള്ളത്. അവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചില വാക്യങ്ങളുണ്ട്. അതിൽ ഒരു വാക്യം ഞാൻ നിങ്ങളത് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്.
മത്തായിയുടെ സുവിശേഷം 24-45 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കിവെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവനവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോടുകൂടെ തിന്നുകൊടുപ്പാനും തുടങ്ങിയാൽ. ഇതേ ഒരു നേച്ചർ നമുക്ക് ഈ ഒരു 25-ാം അധ്യായത്തിന്റെ ആ 2-ാമത്തെ വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ കന്യകന്മാർ എന്ന് പറയുന്നത് സഭാ നേതാക്കന്മാരാണ്, സഭാ ശുശ്രൂഷകന്മാരാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇവിടെ ഈ കാണുന്നതായ കന്യകന്മാരും അതേപോലെ തന്നെ ഈ മണവാട്ടിയും എല്ലാം ഒന്നു തന്നെയാണ്. യേശുക്രിസ്തു അവർ ചെയ്യേണ്ടതായ ചില കടമകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ പ്രവൃത്തികളെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കന്യകന്മാരെന്നും മണവാട്ടി എന്നും പറയുന്നതെന്നാണ് പലരും ചിന്തിക്കുന്നത്. ഈ രണ്ട് രീതിയിൽ ചിന്തിച്ചാലും പ്രശ്നമില്ല. കാരണം നമ്മുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവും നമ്മൾ എടുക്കപ്പെടുക എന്നുള്ളതുമാണല്ലോ. ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചതുപോലെ യേശുക്രിസ്തു ഒരു യഹൂദ വിഭാഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് താനും. എന്നാൽ ഇന്ന് നമ്മൾ വായിക്കുന്ന വാക്യത്തിന് ചില വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ വചന ധ്യാനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കുക, ഇവിടെ നമ്മൾ വായിക്കുന്നു, മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർ. ഈ കന്യകമാർ എന്തു ചെയ്തു എന്നാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അവർ വിളക്കെടുത്തുകൊണ്ട്. വിളക്ക് എപ്പോഴും എന്തിനാണ് നമ്മെ സഹായിക്കുന്നത്? വിളക്ക് അത് അന്ധകാരത്തിൽ വെളിച്ചം വീശുവാൻ സഹായകമായി തീരും. മണവാളിന്റെ വരവ് ഏത് നേരത്താണെന്നുള്ളത് വിശുദ്ധ വേദോസം പറയുന്നുണ്ട്. രാത്രിയിലാണ് മണവാളൻ വരുന്നത്. കാരണം യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ, അവൻ കള്ളനെ പോലെ വരുമെന്നുള്ളത്. അതിനർത്ഥം ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്, പൊതുവെ നമ്മൾ അർദ്ധരാത്രിയിൽ ഒന്നും പ്രതീക്ഷിക്കാറില്ല. പകല് നമ്മൾ പ്രതീക്ഷിക്കും. പകല് വീട്ടിൽ ആര് വരാൻ സാധ്യതയുണ്ട്, പകല് എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ നമുക്ക് ചില പ്രതീക്ഷകളുണ്ടാകും. പക്ഷെ രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ ആകപ്പാടെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കണം, ജോലിക്ക് പോകണം, അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെയല്ലേ. പക്ഷെ എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് അവർ ചിന്തിക്കുന്ന കാര്യമുണ്ട്, രാത്രി കള്ളം കയറുവോ? കാരണം അവർ ഇരുട്ടിനെ പേടിക്കുന്നു. അപ്പോൾ ആ ഇരുട്ടിനെ പേടിക്കുന്നിടത്ത് പേടിക്കാതിരിക്കാൻ അവരെ സഹായിക്കുന്ന ഒന്നാണ് ഈ വിളക്ക് എന്ന് പറയുന്നത്. വിളക്ക് എപ്പോഴും അന്ധകാരത്തെ ഒഴിവാക്കുന്ന, അവയെ ഭേദിക്കുന്ന ഒന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിളക്കെടുത്തുകൊണ്ടിരിക്കണമെന്ന് വളരെ വ്യക്തമായി യേശുക്രിസ്തു പറയുന്നുണ്ടല്ലോ. മറ്റൊരു വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. അതിനർത്ഥം എപ്പോഴും നമ്മൾ തയ്യാറായിരിക്കണം. അതേപോലെ നമ്മൾ വിളക്കെടുത്തുകൊണ്ടിരിക്കണം. അതിനർത്ഥം നമ്മൾ ആയിരിക്കുന്നത് ഒരു അന്ധകാര ലോകത്തിലാണ്. ഈ അന്ധകാര ലോകത്തിൽ നമുക്ക് വിളക്ക് ആവശ്യമാണ്. വിളക്ക് എപ്പോഴും നമ്മുടെ തയ്യാറെടുപ്പിനെയും അതേപോലെ തന്നെ ഈ അന്ധകാരത്തെ ഭേദിക്കാനുള്ള നമ്മളുടെ തീരുമാനത്തെയും കാണിക്കുന്നു. അതേപോലെ തന്നെ ഈ വിളക്കിന്റെ ഉള്ളിലുള്ളതായ എണ്ണ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും അതേപോലെ തന്നെ നമ്മളിൽ ഉള്ളതായ ആ വീണ്ടും ജനന അനുഭവത്തെയും കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കുന്ന സത്യം എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്രകാരമുള്ളതായ വീണ്ടും ജനന അനുഭവവും അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ, പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന അനുഭവം നമുക്ക് ഉണ്ടായിരിക്കണം. ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ. ആ സമയത്ത് കർത്താവ് യേശുക്രിസ്തുവിനെ സേവിക്കുന്നവരായ നമ്മളിൽ ഓരോരുത്തരിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നവരായ ആളുകൾ, വീണ്ടും ജനന അനുഭവം പ്രാപിച്ചവരായ ആളുകൾ ഈ വിളക്കെടുത്ത 10 കന്യകമാരോട് സദൃശ്യമുള്ളവരാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ വീണ്ടും ജനന അനുഭവവും പരിശുദ്ധാത്മാവിന്റെ നയിക്കപ്പെടലുകളും നമുക്കുണ്ടെങ്കിൽ അന്ധകാരത്തെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഈ അന്ധകാരത്തെ നടുവിൽ പോലും നമുക്ക് പ്രഭ ചൊരുത്തുന്നതായ, പ്രത്യാശയുടെ കിരണങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നതായ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ചുള്ള പ്രതീക്ഷകളും അതിനുള്ള തയ്യാറെടുപ്പുകളുമായി നമുക്ക് നിൽക്കുവാൻ ഈ വീണ്ടും ജനന അനുഭവവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും നമ്മെ സഹായിക്കും. അടുത്ത ദിവസം നമ്മൾ ഈ വിളക്കിനെ കുറിച്ച് ചില കാര്യങ്ങളിലൂടെ പറയുന്നതായിരിക്കും. പക്ഷെ ഇന്ന് കേട്ട വചനത്തിനുപാകെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. അത് ഈ 10 കന്യകമാരെ പോലെ, അത് ഈ മണവാട്ടിയെ പോലെ ഞാനും ഒരുങ്ങി നിൽക്കണം. എങ്ങനെ?
എൻ്റെ ദൈവം എനിക്ക് നൽകുന്നതായ ആത്മീയമായ അനുഭവങ്ങൾ, വീണ്ടും ജനന അനുഭവങ്ങൾ, അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നയിക്കപ്പെടലുകൾ, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിയും ഈ 10 കന്യകമാരെ പോലെയാണ്. പക്ഷേ ഈ 10 കന്യകമാരിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. ഇന്ന് നമ്മൾ കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ദൈവത്തിൽ താഴ്ത്താം. അതെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള പ്രിപ്പറേഷൻസ്, തയ്യാറെടുപ്പുകൾ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. കേവലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ നാം നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കുകയും നാം തന്നെ അതിന് മറുപടിയായി തീരുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, വാസ്തവമായിട്ടും ഈ കന്യകമാരെ പോലെ ഞങ്ങൾ വിളക്കെടുക്കുന്നവരായി തീരുവാൻ, അതേ കർത്താവേ, ഞങ്ങൾ അതിൽ എണ്ണയെടുക്കുന്നവരായി തീരുവാൻ, ഞങ്ങളുടെ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവമുള്ളവരായിരിക്കാൻ, ഏത് സമയത്തും മണവാളൻ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.